ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മൾ രണ്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കത് വീണ്ടും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മളോട് ഇരുന്ന് വെറുതെ സംസാരിച്ചപ്പോൾ കുറേ എന്തോ കാര്യങ്ങൾ ഇങ്ങനെ വന്നായിരുന്നു. എന്തായിരുന്നു നിനക്ക് വല്ല ഓർമ്മയുണ്ടായിരുന്നോ? ഇതിന്നിപ്പോ ഒരാൾ ഇന്നിപ്പോ ഒരു കാര്യം ചോദിച്ചു. അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ എളുപ്പമാണ്. ഒറ്റക്ക് നോക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാടാണ്. ഈ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിൽ പാടാണെന്ന് പറയുന്നത് ആണ് സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യാറുള്ളത്. എന്നിട്ട് ഇട്ടിട്ട് പോവുകയും ചെയ്യാറുള്ളത്. സത്യത്തിൽ എന്താണ്, സത്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരാളെ കൂടി നോക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ കുറേയും കൂടി വ്യക്തമായിട്ട് തെളിഞ്ഞു വരികയും നമ്മുടെ കഴിവുകൾ കുറേ കൂടി. അതുകൊണ്ടാണ് ഒരു അമ്മയ്ക്കുള്ള പ്രവണതാണ്. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ കയറി നമ്മ കൂടുതൽ പവർഫുൾ ആകും. പക്ഷെ ഇത് തിരിച്ചറിയാതെ പോയി തലമുറകളായിട്ട്. ഈ ഒരാളെ കൂടി കയറി ചെയ്യുമ്പോഴും നമ്മുടെ പവർ കൂടുന്നു എന്നുള്ള ഭാഗം തിരിച്ചറിയാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ടാണ് എല്ലാവരും ഒഴിവാക്കി പോകുന്നത്. കാരണം നമ്മളിലുള്ള സവിശേഷതകളാണ് ഉണരുന്നത്. മനസ്സിലായി? കാരണം നമ്മൾ നോക്കുന്നതിനോടൊപ്പം നമ്മളെപ്പോലെ തന്നെ മറ്റൊരാളെ നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അവയവങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. അപ്പം നമ്മൾക്കിത് സംഭവിക്കാത്തതുകൊണ്ട് ഞാൻ വെറുതെ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റൊരാളെ കെയർ ചെയ്യാൻ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. മറ്റൊരാളെ കെയർ ചെയ്യാൻ എന്നെക്കൊണ്ട് ഞാനാണ് ഭർത്താവാണ്, ഞാൻ ഈ ഗൃഹനാഥനാണെന്നൊക്കെ പറഞ്ഞ് ജാട കഴിച്ച് നടക്കുന്ന ആൾക്കാർ കഷ്ടപ്പെടുന്നത് ദുരാഗ്രഹങ്ങളുള്ളത് കൊണ്ടാണ്, വേണ്ടാത്ത താല്പര്യം ശരീരത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. റിസൾട്ട് ഉണ്ടാക്കാനും കൂടി നോക്കുന്നുണ്ടാവും. ഇവരെല്ലാവരെയും നിയന്ത്രിക്കണം. പക്ഷെ ഇവരെല്ലാവരെയും ഞാൻ നിയന്ത്രിക്കണമെന്നില്ല. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല, എൻ്റെ ഭാര്യയും മക്കളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിയന്ത്രിക്കാൻ വേണ്ടി പിന്നെ അവിടെയാണ് അടിയും വഴക്കും ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം സത്യസന്ധതയിൽ മാത്രമാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല, എന്നെ നിയന്ത്രിക്കുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന പാതയിലോട്ട് അവരെത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധത്തിൽ അവരോട് സഹകരിക്കുമ്പോൾ അവർക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല. ആ നന്മയിലോട്ട് അതെ, ഞാനും ഡെവലപ്പ് ചെയ്യും, അവരും ഡെവലപ്പ് ചെയ്യും. ഈ ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങും കാണുന്നേ ഇല്ല. അടിസ്ഥാനം എന്താണെന്നുള്ള ഭാഗം അറിയത്തില്ല. അപ്പം നമ്മൾ തന്നെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത് ഇന്നലകളിൽ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ സത്യസന്ധതയിൽ തുടർന്നപ്പോഴാണ് ഈ തെളിച്ചം വന്നത്. ഞാൻ 3-4 വർഷം മുമ്പ് ഇങ്ങനൊരു അറിവ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷെ 3-4 വർഷം മുമ്പ് സത്യത്തിൽ നിൽക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഇത് എന്നിലുള്ള അസ്വസ്ഥത, എന്നിലുള്ള സത്യസന്ധതയുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഇല്ല എന്നിലുള്ള സത്യസന്ധതയുമായിട്ടുള്ള ബന്ധമില്ലായ്മയുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ ക്രമേണ സത്യസന്ധതയിൽ തുടർന്നു വന്നപ്പോൾ സത്യസന്ധത അല്ലാത്ത ചില തീരുമാനങ്ങൾ എന്നിലുണ്ടായിരുന്നു. അത് സാവകാശം അലിത്തു പോകാൻ തുടങ്ങി. കാരണം ഇപ്രകാരമുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനം ഉണ്ടായിരുന്ന ഒരു കുടുംബജീവിതമോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോ അല്ലായിരുന്നത് കൊണ്ട് ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നൊരു സമൂഹത്തിൻ്റെ കുറേ നിബന്ധനകളുണ്ട്. അത് നമ്മൾ പാലിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നമ്മളോട് പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് നിന്നൊക്കെ നമ്മൾ സാവകാശം വിട്ട് എന്നുവെച്ചാൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ ചില ചിട്ടകൾ പ്രകാരം നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ അതാണ് ശരിയെന്നും പറഞ്ഞ് നമ്മൾ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ അടിസ്ഥാനം അറിയാതെ പോയത്. അതെ. അപ്പം നമ്മൾ ഈ തിരിച്ചറിവിൻ്റെ പാതയിലോട്ട് എത്തി തുടർന്നപ്പോൾ സാവകാശം മനസ്സിലായി
അതെ. എടാ ഇത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന്. വളരെ സിമ്പിളുമാണ്. വളരെ സിമ്പിളാണ്. അപ്പൊ ഈ മറ്റേത് നമ്മള് ഫുൾ എഫേർട്ട് എടുത്തിട്ട് പോലും നമ്മളെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. അതെ അതെ, തെറ്റായ ഒരു ധാരണ വെച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. തെറ്റായ ഒരു ധാരണ വെച്ച് എന്നുവെച്ചാൽ ശരിയായിട്ടുള്ള ധാരണ അതേ അവിടെ നിലനിൽക്കത്തുള്ളൂ, അതേ പ്രവർത്തിക്കത്തുള്ളൂ, അതിലേ ഒരുമിക്കൽ നടക്കുകയുള്ളൂ. അതിലേ ഒരുമിക്കൽ നടക്കത്തുള്ളൂ, അതിലേ ഒരുമിക്കൽ നടക്കത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരുമയില്ല. ഈ സംഘടനയെല്ലാം അങ്ങനെ തന്നെയല്ലേ രൂപീകരിക്കപ്പെട്ടത്? അല്ല, സംഘടനകൾ ഒന്നും ഇല്ല. സംഘടനകൾ ഉണ്ടെന്നവർ പറയുന്നു. അതെ അതെ, അവർ ആക്ച്വലി ജോയിന്റ് ഇല്ല അവിടെ. ഇല്ല, നമ്മൾ ഒരു ബാഗിനകത്ത് കുറച്ച് സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഘടനയെന്ന് ധരിക്കുമല്ലോ. അതുപോലെ കുറച്ച് ആൾക്കാർ കൂട്ടിപ്പിടിച്ച് എന്തിനാ കൂടിയെന്ന് ആർക്കും അറിയില്ല. ഒരു സഞ്ചിയുണ്ട്, പക്ഷെ അവരെ ചുറ്റി വലിഞ്ഞു മുറുകുന്ന ഒരു കാര്യമുണ്ട്. അതിനാണ് ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പല ആൾക്കാരും പറയുന്നത്. മനസ്സിലാവും, പല ആൾക്കാരും ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അവരെ വലിഞ്ഞു മുറുകുന്ന എന്തോ കാര്യമുണ്ട്, അതിന്റെ പേരിൽ അവർ യോജിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതിപ്പോൾ നമ്മളിവിടെ സമരം ചെയ്യുന്നു, ഇവിടെ പലപ്പോഴും പല സ്ഥാപനത്തിലും സമരങ്ങൾ നടക്കുന്നു. എന്താണ് സമരത്തിന്റെ അവരുടെ ലക്ഷ്യം? എന്താണ് അവരുടെ ലക്ഷ്യം? ഇവർക്ക് വേണ്ട ചില അവകാശങ്ങൾ കിട്ടണം, നേടിയെടുക്കണം. പക്ഷെ ഇതിന് അവർ ചെയ്യുന്നത് എന്താണ്? ഇവരെ അവകാശം എന്ന് പറഞ്ഞ് ഇവരുടെ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ഇവരുടെ താല്പര്യം. പക്ഷെ ഇതിന് ഇവർ ഈ സ്ഥാപനം തകർത്തുകളയാണ് ചെയ്യുന്നത്. ഇവര് തന്നെ തൊള്ളി എന്ന സ്ഥാപനം തകർക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ വലിയ മണ്ടത്തരം വല്ലതും ഉണ്ടാ? അതിനൊക്കെ വലിയ മണ്ടത്തരങ്ങളില്ല. ഇവരും തകരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? അതായത് മറ്റേ പൊന്മട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതല്ല സമരം എന്ന് പറയുന്നത്. നമ്മളുടെ അടിസ്ഥാനത്തെ ഉണർത്തുക എന്നുള്ളതാണ് സമരത്തിന്റെ അടിസ്ഥാനം. സമരം ചെയ്യണം. എന്തിനും സമരം ചെയ്യണം? നമ്മളിൽ സമരം ചെയ്യാൻ തയ്യാറാണ്. ആദ്യം അവനവനിൽ സമരം ചെയ്യണം. മനസ്സിലായി? കാരണം അവനവന്റെ ഉള്ളിലുള്ള അധികാരത്തെ നേടിയെടുക്കാൻ അവിടെ സമരം ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സമരത്തിന്റെ ശരിയായിട്ടുള്ള പൊരുളെന്താണെന്ന് മനസ്സിലാകണം. അതിന്റെ സ്ഥാപനങ്ങളെല്ലാം അടച്ചു കൂട്ടിയിട്ട് ഇവര് തന്നെ പട്ടിണിയാകത്തല്ലേ ഉള്ളൂ. അതെ, അതായത് ഇപ്പൊ ഒരു വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങി, പലവർക്ക് തൊഴിൽ കൊടുത്തു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റാൾ ചെയ്തു. അയാളെ തകർക്കുകയല്ല വേണ്ടത്, ആ സ്ഥാപനത്തെ തകർക്കുകയല്ല വേണ്ടത്. മനസ്സിലാവും? ഒരു സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് സമരം ചെയ്യണം. അപ്പൊ ആ സ്ഥാപനം വളരുകയാണ് ചെയ്യുന്നത്. പക്ഷെ സ്ഥാപനത്തെ കെടുത്തിക്കളയല്ല, ആ സ്ഥാപനത്തെ വളർത്തണം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. സ്ഥാപനം വളരുന്നില്ലെങ്കിൽ അവിടെ തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. അവർ സംഘടിച്ച് ഇയാൾക്കെതിരെ നിൽക്കാം. അതിന് ഭയങ്കര വലിയ ബുദ്ധിയൊന്നും വേണ്ട. സ്ഥാപനം അടച്ചു പൂട്ടിക്കുകയും ചെയ്യാം. പക്ഷെ അതിലല്ല സമരത്തിൻ്റെ ഉൾക്കാമ്പ് നിൽക്കേണ്ടത്. ആ സ്ഥാപനം നിലനിർത്തി അതിലവിടെ ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ല, തൊഴിലാളികളും ജീവിക്കണം, ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും ജീവിക്കണം. കാരണം ഉടമയ്ക്ക് നല്ല വിധത്തിൽ സ്ഥാപനം നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലേ? എന്നാലല്ലേ തൊഴിലാളികളോട് സഹകരിച്ചല്ലേ തൊഴിലാളിയോട് മുതലാളിയും സഹകരിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തുള്ളൂ. മുതലാളിയും തൊഴിലാളിയോട് സഹകരിക്കണം. മുതലാളിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലെന്ന് ഉള്ള ബോധ്യം ഉണ്ടാണ്. ഞാൻ തൊഴിലാളി കൂടി ഉണ്ടെങ്കിലേ ഒരു മുതലാളി നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായി? തൊഴിലാളിയും മുതലാളിയും ഒന്നിക്കുമ്പോഴാണ് ആ സ്ഥാപനം പരിപൂർണമാകുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി പൈസ ഉണ്ടാക്കിയാൽ അത് കൊണ്ടേ വല്ല ആശുപത്രിയിലും കൊടുക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായി? തൊഴിലാളികളായിട്ട് സഹകരിക്കാത്തൊരു ആളി ഒരു കാരണവശാലും അതിനകത്തു നിന്നുള്ള ഫലം കൊണ്ട് ജീവിതം ഉണ്ടാകാൻ പോലും. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത്. ഗൃഹനാഥനും ആ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ടുള്ള ബന്ധം സത്യസന്ധമല്ലെങ്കിൽ അത് നിലനിൽക്കാൻ പോകുന്നില്ല. ഇതിന്റെ തന്നെ എക്സ്റ്റൻഷനാണ്, മാഗ്നിഫൈഡ് ലെവലാണ് സ്ഥാപനങ്ങൾ. അത് എല്ലാ സംരംഭങ്ങളും എല്ലാം തുടങ്ങുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്. ഒരു വ്യക്തിയുടെ മൂല്യത്തിൽ നിന്ന്, വ്യക്തിയാകാനുള്ള കാരണത്തിൽ നിന്ന് അവിടെ ഒരുപാട് പേരുടെ സഹകരിക്കാൻ സാധിക്കുമ്പോൾ അത് സൂക്ഷ്മമായിട്ടുള്ളത് ഉണരുകയാണ് ചെയ്യുന്നത്. ഇതാ സഹകരണം ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രോസ് ലെവലിൽ വരുമ്പോൾ പല കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകുന്നത്.
അതെ, സംഘടനകൾ ഉണ്ടാക്കിയല്ല, മനസ്സിലായി, സംഘടന നമ്മൾ സംഘടിച്ച് നിൽക്കുന്നതിൻ്റെ, ഒരു വ്യക്തിയായിട്ട് രൂപം കൊണ്ട് നിൽക്കുന്നതിൻ്റെ മൂല്യത്തെ അറിയണിയുന്നത്. അപ്പൊ ഇതൊരു പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണ്. മനസ്സിലായി, പ്രപഞ്ചത്തിന് ഒരു സംഘടനാ സ്വഭാവം ഉണ്ട്. നമ്മളതുകൊണ്ട് വേറിട്ടൊരു സംഘടന ഉണ്ടാക്കിയാൽ പ്രപഞ്ചവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. വേറിട്ടൊരു സംഘടന ഉണ്ടാക്കിയാൽ ആ സംഘടനയിൽ അപകടങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നിലനിൽക്കാത്തത്. അതൊരു ഓർഗനൈസേഷന്റെ ആവശ്യമില്ല, ഓൾറെഡി ഓർഗനൈസ്ഡ് ആണ്. അതെ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ് എന്ന് വെച്ചാൽ ലിംഗവ്യത്യാസത്തിന്റെ പേരിലാണ് സംഘടിക്കുന്നത്. നമ്മൾ സംഘടിക്കാൻ നിർബന്ധിതരാകുകയും, കാരണം ലിംഗവ്യത്യാസത്തിന്റെ സ്വാധീനത്തിൽ ശരീരം നമ്മളെ നിയന്ത്രിക്കും. സത്യത്തിൽ നമ്മളെ ബോധത്തിലാണ് നിൽക്കേണ്ടത് നമ്മൾ, പക്ഷെ ശരീരത്തിന്റെ ബോധത്തിലോട്ട് പോകില്ല. അപ്പൊ ലിംഗവ്യത്യാസങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. ആ ലിംഗവ്യത്യാസത്തിന്റെ തീരുമാനത്തിൽ പോകുമ്പോൾ ഒരു കാരണവശാലും അവിടെ ശാശ്വതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകില്ല. ശാശ്വതമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലിംഗവ്യത്യാസമുണ്ട്, അത് നൈമിഷികമായിട്ടുള്ള ശരീരത്തിന്റെ ഒരു പ്രത്യുൽപാദനത്തിന്റെ താല്പര്യത്തിൽ മാത്രമാണ്. നമ്മൾ നിലനിന്ന് തുടരണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മളെ അടിമുടി നിരന്തരം ശ്രദ്ധയോടുകൂടി ഉണർത്തി കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അല്പനേരം മാനസിക അസ്വസ്ഥത ഉണ്ടോ? ഉണ്ടെങ്കിൽ പരിശോധിക്കണം. ആ മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്? അത് നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കി അത് നിർവീര്യം ചെയ്ത് തുടരുമ്പോൾ അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ആരോഗ്യം. ഇതിൽ രോഗം വരുന്നുണ്ടെങ്കിൽ അതാണല്ലോ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് രോഗം വരുന്നു? അപ്പൊ സഹകരിക്കുന്നതിനോടൊപ്പം തന്നെ രോഗാവസ്ഥയെ നിർവീര്യം ചെയ്യാനുള്ള, കാരണം സഹകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഈ അസ്വസ്ഥത സൂചിപ്പിക്കുന്ന രോഗത്തെ, എന്താ ചെറിയ വിഷമം ഒക്കെ, വിഷമിക്കേണ്ടത് എന്താണ് കാരണം? വിഷമിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുന്നു? വിഷമങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ പരിഷ്കാരം, നമ്മുടെ അത്യാധുനിക മനുഷ്യനെന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ എനിക്ക് പ്രായോഗികമായിട്ട് എന്തെല്ലാം മാറ്റത്തെ വിലയിരുത്തി സമഗ്രമായിട്ട് സുസ്ഥിരമായിട്ട് എന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതാണ് ആധുനിക മനുഷ്യൻ. അതിന് പറ്റാത്ത അവസ്ഥ എവിടെയെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ജീവിതം. അതെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൈത്രിയന്റെ ഒരു ഇന്റർവ്യൂ കണ്ട്, ഒരു 24-ൽ. അതിനകത്ത് മറ്റൊരാൾ വന്നിട്ട് കുറെ യൂണിവേഴ്സിറ്റിയിലെ കുറെ കടലാസോട്ടാ പറഞ്ഞത്, പേപ്പേഴ്സ്, തെളിവുകൾ. അത് ആ കാലം കഴിഞ്ഞു, മനസ്സിലായി. മറ്റേത് വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷെ പ്രായമുള്ള മൈത്രിയൻ ഈ ചെറുപ്പക്കാരനേക്കാൾ ചെറുപ്പമാണ്, അഡ്വാൻസ്ഡ് ആണ്, മനസ്സിലായി. അവിടെ നമ്മൾ കണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം ഇതാണ്. മൈത്രിയനുള്ള ശാന്തതയുടെ 10-ൽ 1 അംശം പോലും ഈ ചെറുപ്പക്കാരിലില്ല, മനസ്സിലായി. അപ്പൊ അവിടെ നമ്മൾ ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നവര് പുസ്തക പുഴുക്കളാണ്. കടലാസുണ്ടാ, തെളിവുകൾ കടലാസിലാണ്. നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ആ ഒരു തെളിച്ചത്തിൽ തുടരുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നു. വ്യക്തി ചരിത്രമല്ല, മനസ്സിലായി. ചരിത്രം തിരുത്തിയവനാണ് വ്യക്തി, മനസ്സിലായി. ചരിത്രത്തെ തിരുത്തുന്നവനാണ് മനുഷ്യൻ, മനസ്സിലായി. എന്നാലേ അവന് ബോധം, അവനൊക്കെ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ അതിലല്ല തുടരേണ്ടത്. അവിടെയാണ്, ആ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ശരിയായിട്ടുള്ള സംഘടനാ ബോധം വരുന്നത്. അല്ലെ നമ്മുടെ ബലഹീനത കൊണ്ട് സംഘടിച്ചാൽ, ബലഹീനത കൊണ്ടാണ് സംഘടിക്കുന്നത്. നമുക്ക് ശത്രു ഉണ്ടെന്നും പറഞ്ഞാൽ സംഘടിക്കുന്നത്, അത് തന്നെയാണ് നാശത്തിന് കാരണം. ശത്രു ഉണ്ടെന്നും പറഞ്ഞ് സംഘടിക്കണ്ട, മിത്രം ഉണ്ടെന്നും പറഞ്ഞ് സംഘടിക്കുക, മനസ്സിലായി. അതെ, എവിടെയാണ് ഞാൻ നിലനിൽക്കുന്നത്? ആ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഒരു സംഘടനാ ബോധമുണ്ട്, മനസ്സിലായി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതൊക്കെ. പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിൽ സംഘടിച്ചു, അതാ വഴക്കായിട്ടേ തിരുത്തും, മനസ്സിലായി. ഇവിടെ രണ്ടുപേരും നമ്മൾ വഴക്കുണ്ടാക്കുന്നു, എന്ത് സംഭവിക്കും? രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും ഈ രണ്ടുപേരുടെ പക്ഷത്തും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇത് വലിയ പ്രശ്നത്തോട്ടാണ് മാറുന്നത്, യുദ്ധത്തിലേക്കാണ് പോകുന്നത്. പലവരും വന്നിട്ടും, എത്ര പേര് വന്നിട്ടും ഈ രണ്ടുപേരെന്നുള്ള ഭാഗത്ത് നിന്ന് മാറാൻ പറ്റുന്നില്ല. കുറെ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ ഈ രണ്ടുപേരെന്നുള്ള ഭാഗം അപ്പോഴും നിൽക്കും. ഈ രണ്ടല്ല ഒന്നെന്നുള്ള ഭാഗത്തോട് എത്തിക്കാൻ എത്ര പേര് വന്നിട്ട് നടക്കുന്നില്ല. അതാണ് യുദ്ധങ്ങൾ. ഇതാണ് എല്ലാ യുദ്ധവും, മനസ്സിലായി. അല്ലാണ്ട് വേറെ രണ്ടുപേരില്ലാണ്ട് തുടങ്ങുന്നതല്ല യുദ്ധം. രണ്ട് വ്യക്തികൾ തമ്മിൽ ആരംഭിക്കുന്നതാണ് യുദ്ധം,
രണ്ട് വ്യക്തിത്വ ബോധമില്ലാത്തവര് പരസ്പരമുള്ള കലഹമാണ് യുദ്ധം. അല്ലാണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല. മനസ്സിലായി? ഒരിക്കലും എല്ലാവരും പറയും രാജ്യം തമ്മിലുള്ള യുദ്ധമാണെന്ന്. രാജ്യങ്ങൾ തമ്മിലല്ല യുദ്ധം. മനസ്സിലായി? നമ്മുടെ മാനസികമായിട്ടുള്ള വികലതകൾ കാരണം യുദ്ധങ്ങൾ ഉണ്ടാകും. യുദ്ധം ഒരിക്കലും ഒരു വ്യക്തിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതല്ല. വ്യക്തിയുടെ സ്വബോധത്തെ ഏറ്റെടുക്കുമ്പോൾ യുദ്ധം ഉണ്ടാകാതെയാവും. വ്യക്തി സ്വബോധത്തെ ഏറ്റെടുക്കണം, അത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അസ്വസ്ഥത ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അസ്വസ്ഥത ഒഴിവാക്കുമ്പോൾ യുദ്ധങ്ങൾ ഒഴിവാക്കിക്കോളൂ. അവിടെയാണ് ശരിയായിട്ടുള്ള കുടുംബം. അവിടെയാണ് ശരിയായിട്ടുള്ള കുടുംബം. ഇത് വളരെ മനോഹരമാണ്. മറ്റൊരാൾ എന്ത് പറഞ്ഞു, അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അയാളെ വാമൂടിക്കണം. അയാളെ വാമൂടിക്കുന്നുള്ളതല്ല, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും പൊട്ടത്തരം ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് പൊട്ടത്തരമാണെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് സംസ്കാരം. ഇത് പൊട്ടനാണെന്ന് പറഞ്ഞ പിന്നെ ഉണ്ടാതെ അതെ 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 മനസ്സിലായി. നമുക്ക് ആധുനിക മനുഷ്യന്മാരാണ് വേണ്ടത്. മനസ്സിലായി? നമുക്ക് മൈത്രിനെ പോലെയുള്ള ആൾക്കാർ. മനസ്സിലായോ? അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കുന്തോ അറിയില്ല എന്ന് പറയുമ്പോൾ അത് നിനക്ക് വരില്ലാത്തോണ്ട് തോന്നുന്നതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെ, കാരണം അവിടെ മൈത്രിയം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു വെച്ചിരിക്കുകയും എന്നിട്ട് സംസാരിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. നിങ്ങളുടെ തീരുമാനത്തിലല്ല, നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ ഉണർന്നു വരുന്നു. മനസ്സിലായി? ആ വാക്കുകളൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കുകളാണ്. മനസ്സിലായ? മൈത്രിനെ പോലെയുള്ള ഒരു 10 പേരുണ്ടെങ്കിൽ ലോകത്ത് മാറ്റം വരും, ഒരു സംശയമൊന്നുമില്ല. അപ്പോഴേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശരിക്കുള്ള ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് ധൈര്യത്തോടെ നിങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. മനസ്സിലായ? എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇവര് കടലാസ് കൊണ്ടുവന്ന് വെച്ച് തെളിവ് പറയുക. അത് മനുഷ്യർ തമ്മിൽ പരസ്പരം ആ പുള്ളിക്കാരൻ പറയുന്നതിന്റെ ഏറ്റവും കാരണമായിട്ടുള്ള ഭാവം എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, എന്നിട്ട് അവർക്കാർക്കും അത് അറിയണമെന്നുള്ള താല്പര്യമില്ല. അതാണ് സമൂഹം വിഡ്ഢികളാണ്. അതെ, എന്നോട് ചോദിച്ചാൽ മനസ്സിലാക്കി തരാം എന്നൊരാൾ പറയും, ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ കൂടെ നിന്ന് കൊടുക്കണം, അവിടെ കൂടി നിന്ന് കൊടുക്കണം. അത് അതിലാ കാര്യം ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് ഇന്നില്ല. കാരണം അവിടെ കൂടെ നിന്ന് കൊടുത്താൽ രണ്ടുപേർക്കും തെളിച്ചം കിട്ടാൻ പോലില്ലാതെ. അദ്ദേഹം എന്താണെങ്കിലും ദേഷ്യപ്പെട്ടുണ്ടാ, വൈരാഗ്യത്തിലോ വിദ്വേഷത്തിലൊന്നും അല്ലിരിക്കണം, വളരെ ചിരിച്ചോണ്ട്, വളരെ വ്യക്തമായിട്ട് ചിരിച്ചോണ്ട്. ഞാൻ സ്നേഹത്തിലാണെന്നൊന്നും പറയില്ല. സ്നേഹം ഇതൊന്നും ഒരു ആവശ്യമുള്ള കാര്യം. നമുക്ക് വിവേകമാണ് വേണ്ടത്. സ്നേഹം, അനുകമ്പ, അനുതാപം, ഇതൊക്കെ എന്തുകൊണ്ടാണ്? നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുക്കുന്നത്. മനസ്സിലായി? ഞാനിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് സ്നേഹത്തിലാണ് അനുകമ്പയിലാണെന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഓരോ വ്യക്തിക്കും തെളിച്ചാണ് വേണ്ടത്. അതിന് നമ്മൾ കുറെ പര്യായ പദങ്ങൾ കൊടുത്തിട്ട് അതിലോട്ട് ഒപ്പിക്കാൻ കിടന്ന പാട്ടുകളുണ്ട്. ഞാൻ സ്വാർത്ഥനാണെന്ന്. എൻ്റെ സ്വാർത്ഥതയാണ് ഞാൻ എന്നെ നിലനിർത്തുന്നത്, അതല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടാ? എല്ലാവരും അവരുടെ സ്വാർത്ഥതയിലാണ്. അത് അംഗീകരിക്കാനുള്ള കഴിവില്ലെങ്കിൽ അവിടെ കള്ളനായില്ലേ? എല്ലാ മനുഷ്യർക്കും അവരോട് നിലനിൽക്കണം. അത് നന്നായിട്ട് അറിയണം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന്. അവനുണ്ടായിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ തീരുമാനങ്ങളല്ല, ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നിൽ നിന്നാണ്, അല്ലെ എൻ്റെ തെളിച്ചത്തിൽ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലാതെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം വരാൻ പോണില്ല. ഇതെല്ലാം ലേബൽ കൊടുത്തിട്ട് അതിന് ആൾക്കാരെ കൂട്ടൽ തുടങ്ങി. ഇത് ലേബൽ കൊടുക്കാൻ നമുക്ക് സമയമില്ല. കാരണം അത്രയും മാറ്റങ്ങൾ നിരന്തരം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബൽ കൊടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മളിൽ മാറ്റങ്ങൾ അത്രയും വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ മറ്റേ ഇതിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നേരത്തെ. അപ്പൊ ഇതിന് പറയണേ, ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ എഴുതി വെക്കും. കാരണം അവന് തന്നെ ഇവൻ പറയാൻ പോണ കാര്യം ഇവന് എഴുതി വെക്കും. എന്നിട്ടാണ് ഇവൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, അവന് തന്നെ സംശയമാണ് അവനെ പറ്റി. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അപകടമാണ്. തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. പുതിയ ന്യൂ ജനറേഷനാണ്. 10-25 വയസ്സുകാരല്ല പയ്യൻ. ഒരു പന ഉറപ്പില്ല അല്ലെ? ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ഓരോരുത്തർ നമ്മളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് സംശയമാണ്, ഇയാൾ എന്ത് വിചാരിക്കും, എന്ത് വിചാരിക്കും മറ്റാള്. അവിടെയാണ് നമ്മൾ അപകടം ആരംഭിക്കുന്നത്. എന്ത് വിചാരിക്കും? എന്നെപ്പറ്റി എന്ത് വിചാരിച്ചാൽ എന്താ?
ഇപ്പോൾ ഒരു ബൈജു എന്ന് പറഞ്ഞെടുത്ത് 5 വർഷമായി സെബാസ്റ്റിനെ കേൾക്കുന്നത്. സെബാസ്റ്റ്യൻ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് റീപ്ലേ ചെയ്ത് നോക്കുന്നു. ഞാൻ ഒരിക്കലും ഞാൻ പറയണ കാര്യത്തിലല്ല, എനിക്ക് പറയാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ. ആ തെളിച്ചത്തിലാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ആ തെളിച്ചം ആർക്കും താല്പര്യമില്ല, അവനവനോട് താല്പര്യമില്ല. പറയുന്നത് എന്താണ്? ഭയങ്കര വലിയ കാര്യമാണെന്നാണ്. പറയാൻ സാധിക്കുന്നത് എന്തിൽ നിന്നാണ് അല്ലേ? ആ ആശ്വാസത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നു. പക്ഷെ ഞാൻ എന്നിലെ സജീവമായിട്ട് നിൽക്കുന്നു, അവരവരിൽ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ആർക്കും. പേപ്പറിന്റെ ബേസിലാണ്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൈത്രിയം പറഞ്ഞൊരു ഭാഗം. കുറെ 10 പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പേപ്പറുണ്ട്? എടാ, പേപ്പറില്ലാതെ ഒരു വ്യക്തിക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ആധുനിക മനുഷ്യൻ. ഇത് മറ്റുള്ളവരാരാണ്ട് തെളിയിച്ചു കൊടുത്തൊരു കാര്യം അതാണ് ശരിയെന്ന് സ്ഥാപിച്ചു കൊടുക്കേണ്ട ഗതികേട്. അതൊരു തരം അടിമകളാണ്. അതൊരു അടിമകളുടെ ലോകമാണ്. മനസ്സിലായേ? അബ്രഹാം ലിങ്കൻ അടിമത്തം തകർത്ത്. പക്ഷെ അടിമകൾ ഇന്ന് വ്യത്യസ്തമാണ്. അവര് തന്നെത്താൻ അടിമയായേക്കാം. മനസ്സിലായ? നിന്നെ ഞാൻ പിടിച്ചു കെട്ടി ഇവിടെ ഇടുന്ന പോലെയല്ല, നീ തന്നെ നിന്നെ പിടിച്ചു കെട്ടി നിനക്ക് ദുരന്തം ഉണ്ടാക്കുമെന്നും പറഞ്ഞാണ് നീ ഇരിക്കുന്നത്. നല്ല വിഷയമുണ്ടാ. ഇതാണ് ഈ പേപ്പറുകൾ കാണിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെറുപ്പം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളിൽ പെട്ടുപോകാതെ തെളിച്ചത്തിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ് ചെറുപ്പക്കാരൻ. കാരണം അവന് ജീവിതമുണ്ട്. അപ്പോൾ ഭയങ്കര രസമല്ലേ നമ്മൾ മൈത്രിയുടെ ടോക്കൻ. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കംപ്ലീറ്റ് മൈത്രിനെ ഹൈലൈറ്റ് ചെയ്യണം. കാരണം ജയശ്രീ വിഷമിച്ചില്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ വിഷമിക്കാറില്ലേ? അടിമഴക്ക് കൂടാറില്ലേ? വിഷമിക്കും ആൾക്കാർ. ഈ വിഷമമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഈ വിഷമത്തെ എങ്ങനെ ഒരുമിച്ചിരുന്ന് തരണം ചെയ്യാൻ പറ്റുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോഴും കൂടെ ഉണ്ട്. ഒരു ജയശ്രീ വിഷമിച്ചു. ആ ജയശ്രീ വിഷമിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥ ജയശ്രീയിലുള്ളത് കൊണ്ടാണ് ജയശ്രീ വിഷമിച്ചത്. അല്ലാണ്ട് മൈത്രിയും കാരണമല്ല. മനസ്സിലായോ? മൈത്രിയും കാരണമല്ല ജയശ്രീ വിഷമിച്ചത്. മാനുഷികമായിട്ടുള്ള മൂല്യം എന്താണെന്ന് അറിയാത്ത ഒരു അറിയാത്ത ഒരു സമൂഹത്തിൽ ജീവിച്ച ജയശ്രീയാണ് വിഷമിച്ചത്. അത് മൈത്രിയൊന്നും ചെയ്തിട്ടില്ല. മൈത്രിയും ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് ജയശ്രീ വിഷമിച്ചു. മൈത്രിയും ജയശ്രീയെ കൊണ്ട് ബലം പിടിച്ചൊരു കാര്യം ചെയ്യിച്ചില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ഭാഗമില്ല. മൈത്രിന് ആരെയും ഇഷ്ടപ്പെട്ടു. അത് മൈത്രിയുടെ സ്വാതന്ത്ര്യമല്ലേ? അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ അതുപോലും അനുവദിക്കുന്നില്ലാത്തൊരു സമൂഹത്തിന്റെ സ്വാധീനത്തിലാണ് ജയശ്രീ വിഷമിക്കുന്നത്. നമ്മൾ ഈ പറയുന്നത്, നമ്മൾ ഈ കണ്ടതും കേട്ടതും വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു ധാരണ പറയുകയും നമുക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഇതൊന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന ജയശ്രീ വിഷമിച്ചോ ഇല്ല എന്നുള്ളതല്ല, മറ്റൊരാളെ കൊണ്ട് വേറൊരാൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ ബോധം മൈത്രിയിലുണ്ട്. പക്ഷെ മൈത്രിയിലുള്ള ആ ബോധം എത്ര പേരിലോട്ട് എത്തിക്കാൻ പറ്റണം? മനസ്സിലായി? നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിഷമിക്കാതെ ജീവിക്കുന്നിടത്താണ് യുദ്ധങ്ങൾ ഇല്ലാണ്ട് വരുന്നത്. മനസ്സിലായി? യുദ്ധങ്ങൾ ഇല്ലാണ്ട് വരണം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. രണ്ടും ഒന്നാണ്. മനസ്സിലായി? അപ്പം നമ്മുടെ പരിഷ്കാരം എന്ന് പറയുന്നത് മറ്റൊരുത്തിന്റെ വിഡ്ഢിത്തരം ആകരുത്. നമ്മളിലെ സവിശേഷത ഉണർന്നു വരുന്നതാണ് നമ്മുടെ പരിഷ്കാരം. അതിന് മറ്റൊരുത്തിന്റെ വിഡ്ഢിത്തരത്തെ ഞാൻ അതിജീവിച്ചു എന്നുള്ളതല്ല. എന്നെ ഞാനായിട്ട് നിലനിർത്താൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ എന്താണ്? അതാണ് ഞാൻ രോഗമില്ലാതെ, എന്നിൽ രോഗമില്ലാതെ, ഒരു ക്ഷീണമില്ലാതെ എത്രത്തോളം എന്നിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ. ഇവിടെ കുറേ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാം ഉണ്ട്, സയൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് സാധാരണ വരുന്ന ഒരു രോഗത്തിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കാനുള്ള വഴിയുണ്ടോ? രോഗമില്ലാതെ മാറിയിരിക്കാൻ എന്താ സാധ്യത? അതല്ലേ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. രോഗമില്ലാതെ എന്നുവെച്ചാൽ പ്രതിസന്ധി ഇല്ലാതെ എത്രത്തോളം എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നു? രോഗം വരട്ടുന്നേ. രോഗം വരുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. രോഗത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ ആന്തരിക പ്രവർത്തനത്തിന്റെ സവിശേഷത വെച്ച് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? രോഗം വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, രോഗം എന്തുകൊണ്ട് വരുന്നു, അതാണ് നമ്മുടെ കഴിവ്. കാരണം നമ്മുടെ ചരിത്രം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾക്ക് ഭേദിച്ച്
നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് കാര്യമായിരിക്കും? അതെ. എന്നും ദുരന്തല്ലേ. എന്നും ദുരന്തം. പക്ഷെ എത്ര തലമുറ കഴിഞ്ഞിട്ടും ബാക്കിയുള്ള വേദാന്തവും വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യത്തിനാണ്? സ്വർഗത്ത് പോണ കാര്യമുണ്ട്. എപ്പോഴാ ചത്തിട്ട് ആ ചവനും വലിയ. പക്ഷേ ഈ നടക്കണതെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ്. ചത്തിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും പോയിട്ട് അവിടെ നിങ്ങോട്ട് ഫോൺ ചെയ്യുക, ഇങ്ങോട്ട് സന്ദേശം അയക്കുക, ഒന്നും ചെയ്ത ചരിത്രമൊന്നും ഇല്ല ഇന്നുവരെ. പക്ഷെ അഥവാ ഉണ്ടെങ്കിലോ എന്നുള്ളൊരു സാധനം എവിടുന്നാ വരണത് എന്നുള്ളതാണ്. അഥവാ ഉണ്ടെങ്കിലോ അല്ല, അഥവാ ഉണ്ടെന്ന് പറയാനുള്ള കാരണം അതായത് ദൈനംദിന ജീവിതത്തിൽ അവര് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്ന സംശയം. കാരണം ഇവര് മൊത്തം ആകെ കലുഷിതമായിട്ടിരിക്കുന്ന വ്യക്തിക്ക് പല അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് തോന്നും. സത്യത്തിൽ ഒന്നും അത്ഭുതമല്ല. കീറി മുഴിച്ച് ഇഴകീരി അതിന്റെ വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു അത്ഭുതവും ഇങ്ങനെ നടക്കത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും അത്ഭുതം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യമില്ല. നമ്മുടെ തെളിച്ചത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യം. അത്രേ ഉള്ളൂ. അത്ഭുതങ്ങളിൽ നമുക്ക് യാതൊരു കാര്യമില്ല. ഇഴകീറി പരിശോധിക്കണം. എന്തുകൊണ്ട് എനിക്കങ്ങനെ സംഭവിച്ചു, എനിക്കങ്ങനെ എന്തോന്നും സംഭവിച്ചു, അവിടെ അങ്ങനെ സംഭവിച്ചു, എനിക്കതിനെ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതിൽ കാര്യമില്ല. എന്നുവെച്ചാൽ പണ്ട് സൂര്യഗ്രഹണം നടക്കുമ്പോൾ മനുഷ്യൻ ഭയങ്കര വലിയ എന്താണ്ട് അപകടം സംഭവിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. മനസ്സിലായോ? കാരണം മറ്റടുത്ത് എന്തോ സംഭവിക്കുന്നു. അത് അതിനോർത്ത് ഭയന്ന് മനുഷ്യൻ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്നിലെന്ത് സംഭവിക്കുന്നെന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റടുത്ത് എന്തോ സംഭവിക്കുന്ന ഭാഗം എന്നും പ്രശ്നമാണ്. ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്നും പ്രശ്നമില്ല. എന്നിലെന്ത് സംഭവിക്കുന്നുള്ളതാണ് പരിശോധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസ്ഥ തെളിഞ്ഞു തുടങ്ങും. മാക്രോന്ന് മൈക്രോയിലേക്ക് പോവാന്നുള്ളതാണ് നമ്മുടെ കപ്പാസിറ്റി. അപ്പോഴാണ് അത്ഭുതങ്ങളെല്ലാം ഡിസോൾവ് ആവുന്നത്. നമ്മളിലാണ് നാനോ ടെക്നോളജി വേണ്ടത്. നമ്മളിൽ സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? നമ്മളിലുള്ള സൂക്ഷ്മ മാറ്റത്തെ അറിയുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. ഇത് അവനവനിൽ തുടരാൻ പറ്റുന്നില്ല. മറ്റൊരാളതിലേ പോകുമ്പോൾ മറ്റൊരാൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ അയാളെന്തിനാ അങ്ങോട്ട് പോയത്, അയാളെന്തിനായിരിക്കും പോയത്, അയാൾ ഇവിടെ വളവ് തിരിഞ്ഞു പോയി, പിന്നെ അയാളെ കാണാൻ പാടില്ല, പിന്നെ ഒളിഞ്ഞു നോക്കാൻ പോവുകയാണ്. ഒരേ പ്രശ്നം വരുന്നത്. മനസ്സിലായി? അതായത് മൈത്രിയൻ പറയുന്ന മകളെ വളർത്തി 20 വയസ്സായി. 20 വയസ്സായി. ഇനി ഞാൻ അവളെ നോക്കിക്കൊണ്ടിരുന്നാൽ അവൾക്ക് അവളെ നോക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? 20 വയസ്സായപ്പോൾ അവളെ വിട്ടു. 18 വയസ്സായപ്പോൾ വിടാൻ സാധിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇനി പുതിയ അത്യാധുനിക തലമുറകൾ വളർന്നു വരുമ്പോൾ ഒരു കുട്ടി വളർന്ന് കുട്ടി നേരത്തെ എഫിഷ്യൻ്റ് ആകണം. മനസ്സിലായ? എത്രത്തോളം നേരത്തെ പ്രായോഗികമായിട്ട് കുട്ടിയുടെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് എന്താണെന്ന് അറിയുന്ന അവസ്ഥ വരികയാണ് വേണ്ടത്. അതെ, ഇപ്പൊ ഈ സമൂഹത്തിന്റെ സ്വാധീനത്തിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 20 വയസ്സായപ്പോഴാണ് മൈത്രിയെ വിട്ട് കൊടുക്കാൻ പറ്റിയത്. മനസ്സിലായോ? അതൊരു വലിയ കാര്യമാണ്. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് തന്നെയാണെങ്കിലും 25 വയസ്സായപ്പോഴാണല്ല നീ ഇറങ്ങി, എൻ്റെ മാതാപിതാക്കൾ ഇട്ടിട്ടല്ല, നീ സ്വന്തമായിട്ട് ഇറങ്ങുകയാണ് ചെയ്ത് ആ ഒരു കെട്ടിൽ നിന്ന്. മനസ്സിലായോ? സമൂഹം ഉണ്ടാക്കി ജീവിക്കാൻ പഠിപ്പിച്ചു വിട്ടല്ലോ. അതെ. അല്ല, ഇവളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇവള് 25 വയസ്സായപ്പോ ഇവളുടെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇറങ്ങുകയാണ്. മനസ്സിലായോ? അതിന് ഉള്ള ആ ഒരു ബോധം ഇവൾക്കുണ്ട്. അല്ല, ഇവക്കുണ്ടായതല്ല, ഇവിടെ നമ്മളെ കേട്ടത് കൊണ്ടുണ്ടായതാണ്. അല്ലല്ല, ഇവക്കുള്ളതല്ല. മനസ്സിലായി? ഇവിടെ നമ്മളെ കേട്ടതും അതാണ് നമ്മുടെ സമ്പർക്കത്തിന്റെയും നമ്മുടെ സാന്നിധ്യത്തിന്റെയും പ്രസക്തി എവിടെയും. നമ്മൾ മൈത്രിയെ കേട്ടതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉണർവുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരെ കേൾക്കുന്ന ഭാഗം വരുമ്പോൾ എല്ലാവർക്കും ഉണർവുകൾ ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടുണ്ടായതാണ്. എന്ത് കാര്യം? മനസ്സിലായി? ഇവിടെ നമ്മളെ യൂട്യൂബ് ക്ലബ് ഹൗസിൽ കേട്ടത് കൊണ്ട് മാത്രമാണ്. ആ പൊട്ടൻ ശ്രീരാജനെ കേട്ടോണ്ടിരുന്നെങ്കിൽ ഇവിടെ വീട്ടിൽ നിന്ന് അറിയിക്കത്തേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട. മനസ്സിലായോ? ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ് അവനിപ്പോ എവിടെ എന്താണ് മന്ദമാർഗാണ്, സഹജമാർഗം എന്നും പറഞ്ഞ് കുത്തിയിരിക്കുകയാണ് കേൾക്കാൻ. മനസ്സിലായോ? ഒരു കഥയില്ല. മനസ്സിലായോ? അതല്ല വേണ്ടത്. മനസ്സിലായി? നമ്മള് അവനവൻ്റെ ഇൻഡിപെൻഡന്റ് ആകുകയാണ് വേണ്ട, മറ്റൊരാളെ അണ്ടറിലാകുകയല്ല വേണ്ടത്.
അതിലൊരു കഥയില്ല എന്ന് പറയാൻ കാരണം അവൻ അസോസിയേറ്റ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യണേന് അത് തടസ്സാണെങ്കിൽ ഒരു കഥയില്ലേ. ഒരു കഥയില്ല. രാഹുൽ ഈശ്വരനെ പോലെ ആകരുത്. അതെ അതെ അതെ, മനസ്സിലായോ? രാഹുൽ ഈശ്വർ പറയുന്നത് പാവം ചെറുക്കൻ ഒരു കോമാളിയാകണി ചെയ്ത്. അതെ അതെ, മനസ്സിലായോ? എന്തെല്ലാം അറിവുണ്ടെന്ന് പറഞ്ഞിട്ടുമ്പോഴേക്ക് സമാധാനപരമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതെ, മനസ്സിലായോ? അവിടെയല്ലേ അതിൻ്റെ ആ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഭാഗം എന്താണ്? ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചവരാണ്. അതെ, മനസ്സിലായോ? മൈത്രിയോടെ ബഹളം വെക്കുക, അടിവെക്കുക, തല്ലുടിക്കുക ഒന്നുമല്ലേ ഇത്? മനസ്സിലായോ? ഇല്ല. ആ ഇതുപോലുള്ള മനുഷ്യരെ നമ്മൾ കൂടുതൽ അവരുമായിട്ട് നമ്മൾ കണക്റ്റാണ്. മനസ്സിലായി? നമ്മൾ അവരുമായിട്ട് കണക്റ്റാണ്. അല്ലാണ്ട് ഇവിടെ അനാവശ്യമുള്ള വൈദ്യുതി എന്താ പറയുന്നത്? മയക്കുമരുന്ന് ലിബറൽ ആക്കണമെന്ന് പറഞ്ഞു അല്ലേ? എന്തിനാണ് മയക്കുമരുന്ന് ലിബറൽ ആക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ? അത് ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇദ്ദേഹം എന്തുകൊണ്ട് മയക്കുമരുന്ന് ലിബറൽ ആക്കണം, എന്തുകൊണ്ട് ആ പോയിന്റ് അവിടെ അഡ്രസ് ചെയ്യുന്നേ ഇല്ല. എന്തിനാണ് മയക്കുമരുന്ന് ലിബറൽ ആക്കണമെന്ന് പറയുന്നത്? കാരണം ഒളിച്ചും പാത്തും ഉപയോഗിക്കുമ്പോൾ അത് നിയന്ത്രണത്തിന് വിധേയമാക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അതിന്റെ കാതലായിട്ടുള്ള ഭാഗം ആരും തൊടുന്നില്ല. കാരണം ഒളിച്ചും പാത്തും ചെയ്യുമ്പോൾ അത് നിയന്ത്രിക്കാൻ ഒരു നിവൃത്തിയില്ല. മനസ്സിലായോ? കാരണം ഒളിച്ചും പാത്തും ചെയ്യും. അതുകൊണ്ട് ഇത് കൺസ്യൂം ചെയ്യുന്നത് ഓവറാണ്. അതുകൊണ്ട് വല്ലാത്ത അപകടം ഉണ്ടാക്കി. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ മദ്യം ഇവിടെ സമൂഹത്തിൽ മദ്യം നല്ലതായതുകൊണ്ടാണ്? അല്ല, മദ്യം നല്ലതായതുകൊണ്ടല്ല. മനസ്സിലായി? മദ്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നത് നല്ലതായതുകൊണ്ടല്ല. മനസ്സിലായോ? നല്ലതാണെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടാകും. പക്ഷെ ഗവൺമെന്റ് ലൈസൻസ് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും മദ്യം വിൽക്കുന്നു. പുക വലിക്കുന്ന ആൾക്കാർ നല്ലതായതുകൊണ്ടാണ്? അല്ല. പക്ഷെ എന്തുകൊണ്ട് സമൂഹത്തിൽ പൊതുനിരത്തിൽ മദ്യപിക്കരുത് അല്ലെങ്കിൽ പുക വലിക്കരുത്? കാരണം ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക. ഇത് കൊള്ളത്തില്ല, മനസ്സിലായി എന്ന് സമൂഹത്തിൽ എല്ലാ ആൾക്കാർക്കും അതിന്റെ അവയർനെസ് കൊടുക്കും. പക്ഷെ ഈ അവയർനെസ് ഇല്ലാതെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ നിബന്ധനയില്ല. കാരണം ഇവർ ഉപയോഗിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് അവിടെ ഇത് ഫുൾ ടൈം ഉപയോഗിക്കാത്ത ഭാഗം. അവിടെ വേറെ സംഘടന ഉണ്ടായിക്കൊണ്ടിരിക്കും. വേറൊരു സംഘടനയായിട്ട് മാറുകയും ലഹരി ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും ചില ആൾക്കാർ, ചില കോളനികൾ ഉണ്ടാകുകയും. മനസ്സിലായോ? അത് ഭയങ്കര വലിയ വിഭാഗതയിലോട്ടാണ്. കാരണം അതിനകത്ത് നിന്നാണ് വയലൻസും സൈക്കോപാത്തുകളൊക്കെ ഉണ്ടാകുന്നത്. എന്താ ഭയങ്കര വലിയ ദോഷമുണ്ടാകുന്ന ഭാഗമാണ്. ഒരു ഫേക്ക് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനല്ലോ. കാരണം അവര് എന്തും ചെയ്യല്ലേ. സ്വന്തം അമ്മയെ കഴുത്തറുത്ത് മുറിച്ച് ഈ പറയുന്ന മയക്കുമരുന്നിന് വേണ്ടിട്ട് പോകും ഈ ലോകത്ത് നിൽക്കാൻ വേണ്ടി. അതെ, മനസ്സിലായി? അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? അടിസ്ഥാനപരമായിട്ട് നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് പകരം അതിനേക്കാൾ ഭയാനകരമായിട്ടല്ലേ കാശിന് വേണ്ടിയിട്ട് മനുഷ്യൻ കാശുണ്ടാക്കി പ്രമാണിയാകുക. ഒരു വേറൊരു ടോക്ക് കേട്ടതാണ്. ഒരു ഡോക്ടർ ക്ലാസ് കൊടുക്കുകയും ഒരു ധനികന്റെ കുട്ടിക്ക് ഒരിക്കലും എല്ലാ ലക്ഷറീസും കൊടുക്കരുത്. അവൻ വലിയ വീട്, അവനെല്ലാം മുന്തിയ കാറുകൾ, ഇതൊക്കെ കൊടുത്താൽ പിന്നെ അവൻ എന്ത് ചെയ്യാനാണ്? അവനെന്ത് പിന്നെ ഒന്നും ചെയ്യാൻ? വലിയ വീട് വെക്കുന്നതും ഏറ്റവും വലിയ ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്നതും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന തലമാണെന്ന് കരുതുന്ന വിഡ്ഢികളാണ്. ഒരു ഡോക്ടറാണ് ഒരു ക്ലാസ് കൊടുക്കുന്നത് കേട്ടത്. മനസ്സിലായ? അപ്പൊ ഇത്രയേ ഉള്ളു മനുഷ്യന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലക്ഷറീസ് ആയുള്ള കാറിൽ പോയി പിന്നെ ഇനി അതിനപ്പുറത്തോടൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഭാഗത്താണ്. അതല്ല ജീവിതം. മനസ്സിലായി? അവനവനിൽ തുടരുക എന്ന് പറയുന്നത് എത്രത്തോളം നടക്കുന്നു അതാണ് ജീവിതം. അതിന് വലിയ കാറ് മേടിച്ചു, ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഉയർന്ന തലത്തിലെത്തി, അതുകൊണ്ട് ഇവന് ഇനി ഒന്നും ചെയ്യാനില്ല, അതാണ് ഹൈലൈറ്റ്. അതല്ല, അവന്റെ ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനമാണ് ഏറ്റവും വലിയ ടെക്നോളജി. അതിൽ തുടരുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ തുടരുക എന്നുള്ളതാണ്. ഇതിന് വേറൊന്നും ചെയ്യാനില്ല എന്നുള്ള ഭാഗത്ത് അവനെ കൊന്നുകളയുക ചെയ്യും. അത്രേ ഉള്ളൂ. ഇവിടെ നമ്മള് പരസ്പരം സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് പോലും അറിയാത്തൊരു സമൂഹമാണ്. സംസാരിക്കുമ്പോൾ നമ്മുടെ വിവേകം വർദ്ധിക്കുകയാണ്. ഞാനും കുറെ തീരുമാനം എടുത്തു, അപ്പുറത്തേക്ക് നാൾ കുറെ തീരുമാനം എടുത്ത്, എന്നിട്ട് ഈ തീരുമാനം ഇരുമ്പോലൊക്കെയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുമ്പോഴാണ് അടിയിടി ഉണ്ടാകുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? എന്റെ തീരുമാനം ശരിയാണ്,
എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? എന്താ? അപ്പൊ നമ്മളെ ടോക്ക് കേട്ടത് കൊണ്ടാണ് നിനക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചത്. ആ അപ്പൊ ആ ടോക്ക് കേട്ടത് കൊണ്ടാണ് വരാൻ സാധിച്ചതെന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥയുടെ സ്വാധീനത്തിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഭാഗം ഉണ്ടായി. മനസ്സിലായി? ആശയക്കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ എത്തിക്കുന്ന ഭാഗം വന്നു. മനസ്സിലായി? ആശയക്കുഴപ്പമില്ലാത്ത രീതിയിൽ. അതെ അതെ അതെ, മനസ്സിലായി? നമുക്ക് ഏറ്റവും വലിയ ആവശ്യം ഇതാണ്. കാരണം ഇന്ന് വരുന്ന യുവതലമുറകൾ ആശയക്കുഴപ്പത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ആശയക്കുഴപ്പമില്ലാത്തൊരവസ്ഥയിലോട്ട് ഇവിടെ സ്വാധീനിക്കാൻ സാധിച്ചു. അവനവന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു. അതെ അതെ, ഒക്കെ ഞാനായിട്ടിരിക്കുന്ന ഭാഗമാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. മനസ്സിലായി? മൈത്രിയും ഇവളും ഒരേ പ്രായമാണ്. അത് ഒരു വ്യത്യാസമില്ല. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം അതിലാണ് ആവശ്യമിരിക്കുന്നത്. അല്ലാണ്ട് നീ പെണ്ണാണ്, നീ സുന്ദരിയാണ്, ഇതൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. നിന്റെ ഭാവി എന്താണ്? നിനക്ക് ഭാവിയൊന്നുമില്ല. എന്ത് ഭാവി? അവനെ ജീവിക്കല്ലേ വേണ്ടത്. ഭാവി എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ്. വിവേകമാണ് നമുക്ക് വേണ്ടത്. പ്രായോഗികമായിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? അല്ലേ? ആ കഴിവില്ലാത്തവനാണ് ഭാവിയെ പറ്റി അന്വേഷിക്കുന്നത്. അതെ. ഇവിടെ സ്ത്രീകളെ എടുത്ത് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പുരുഷന്മാർക്ക് ധൈര്യമില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സ്ത്രീകളെ എന്തിനു ഭയപ്പെടുന്നു? സ്ത്രീകൾ ആരാണ്? നീ സ്ത്രീയാണോ? എവിടെയാണ് നീ സ്ത്രീയായിട്ട് നിന്നെ തിരിച്ചറിഞ്ഞത്? ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യണം. എന്താണ് നീ സ്ത്രീയല്ല, നിന്റെ ശരീരം സ്ത്രീയാണ്. നിനക്ക് നിന്റെ ഉറക്കം സ്ത്രീയാണ്, നീ കഴിക്കുന്ന ഭക്ഷണം സ്ത്രീയാണ്. ഒന്നുമല്ല. നീ എടുക്കുന്ന ശ്വാസം നമ്മളെടുക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നു, ശ്വസിക്കുന്നു. നിന്റെ ശരീരത്തിന്റെ അത് പ്രത്യുൽപാദനത്തിന്റെ താല്പര്യം അവിടെ നിലനിൽക്കുന്ന ഭാഗം. അവിടെ ശരീരത്തിന്റെ ഒരു നേച്ചറാണത്. നീ സ്ത്രീയല്ല. ഇവിടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. മനസ്സിലായ? കാരണം അത് ശരീരം പ്രത്യുൽപാദനം നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. മനസ്സിലായ? അവിടെ അതിന്റെ ഭാഗത്ത് ഞാൻ സ്ത്രീയാണ്, ഈ പുരുഷനെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന ആൾക്കാരെ. സ്ത്രീയുടെ പർപ്പസ് എന്താണ്? സ്ത്രീയുടെ പർപ്പസ് ഗർഭം ധരിക്കണം. മനസ്സിലായ? നിന്റെ പർപ്പസ് അതല്ല. നീ എപ്പോഴും ഗർഭം ധരിച്ച് പിള്ളേരെ വളർത്തിക്കൊണ്ടിരുന്ന നിന്റെ ജീവിതം എന്താവും? നിനക്ക് ജീവിക്കാൻ പറ്റുമോ? നീ ജീവിക്കുന്ന ഭാഗം ഉണ്ടാവണം. മനസ്സിലായ? നിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിള്ളേരെ പ്രസവിക്കുക, എന്നും ഇങ്ങനെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടിത്തരല്ലേ? ഗർഭിണിയാക്കുക എന്നുള്ള ഭാഗവും. അതുകൊണ്ടല്ലേ ഇവിടെ റേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ശരീരം ഞാനാണെന്ന് ധരിച്ചു. അതുകൊണ്ടാണ് ബലാത്സംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവരിവിടെ അവിഹിത ബന്ധത്തിലാണ്. എന്താ ഇവര് കാണുന്ന ഇത് മാത്രം കാണുന്ന ഒരു സമൂഹമാണ്. സ്ത്രീയും പുരുഷനും കൂടി അടുത്തെന്നാണ് അവർ കാണുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ അടുത്ത ഭാഗം കാണുന്നില്ല. അങ്ങനെ ഒരു കാഴ്ച ഇല്ലെന്നും. കാരണം ഇതല്ലാത്ത വേറൊരു താല്പര്യം മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാണ്ടാക്കി. തമ്മിൽ കൂടിയ സ്ത്രീയും പുരുഷനാണെങ്കിൽ അവിടെ ലൈംഗികമായിട്ട് ബന്ധപ്പെടണം. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. മനസ്സിലായി? മറ്റേ ധനികന്റെ വീട് പോലെയാ. മനസ്സിലായ? ഏറ്റവും വലിയ ലക്ഷറീസ് കാർ ഉണ്ടാക്കുക, വലിയ വീട് വെക്കുക. അതുപോലെ തന്നെ സ്ത്രീയായിട്ട് നല്ല സുന്ദരിയായ സ്ത്രീകളുടെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക. ഇതിനപ്പുറത്തോട്ടൊരു താല്പര്യം കാണുന്നില്ല. മനസ്സിലായി? നന്നായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നല്ല സുന്ദരിയായ സ്ത്രീയും വലിയ കാറും ബംഗ്ലാവും ഇതൊന്നും അല്ല നന്നായിട്ട് ജീവിക്കുന്നതിന്റെ മാനദണ്ഡം. വിവേകത്തോടുകൂടി തൊഴുക എന്നുള്ളതാണ്. മനസ്സിലായി? നിരന്തരം നമ്മൾ സജീവമായിട്ട് ഉണരുക എന്നുള്ളതാണ്. അതിലാ കാര്യം.